അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ. ടാലൻറ്റ് ലീഗിൻ്റെ പുതിയ ഒരു ചോദ്യവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ടാലൻറ്റ് ലീഗ് എന്നുള്ളത് വിജ്ഞാനം സമ്പാദിക്കാനായി നമ്മളൊരുക്കിയ ഒരു മത്സരമാണ്. കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മൾ പ്രഖ്യാപിച്ച 1,00,000 രൂപയുടെ സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകുന്ന ഒരു വലിയ മെഗാ കോമ്പറ്റീഷനാണ് ടാലൻറ്റ് ലീഗ് എന്നുള്ളത്. ടാലൻറ്റ് ലീഗ് കേവലം ഒരു ക്വിസ് പ്രോഗ്രാം അല്ല എന്ന് ടാലൻറ്റ് ലീഗിൻ്റെ കഴിഞ്ഞ 8 ചോദ്യങ്ങൾ കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം വലിയ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ് ടാലൻറ്റ് ലീഗിലൂടെ തരുന്നത്. ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ നൽകുന്ന റഫറൻസുകളുണ്ട്. ആ റഫറൻസുകളിലൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ അറിവാണ്, ഇസ്ലാമികമായ അറിവുകൾ, അതോടൊപ്പം തന്നെ ഭൗതികമായ അറിവുകളും നമ്മൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടാലൻറ്റ് ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും പുതിയ ഒരു ചോദ്യവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ടാലൻറ്റ് ലീഗിലെ റഫറൻസുകൾ എങ്ങനെയാണ് കിട്ടുക എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ചോദ്യത്തിനെയും റഫറൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കുടക്കീഴിലാണ്. നിങ്ങൾക്ക് റഫറൻസ് തേടി അലയേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ജമീൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ താഴെ വീഡിയോ എന്ന സെഷനിൽ പോയി ടാലൻറ്റ് ലീഗ് എന്ന ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ട് റഫറൻസുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ജമീൽ ആപ്പ് എന്നുള്ളത് ഉപയോഗിക്കുന്നവർക്കറിയാം. കഴിഞ്ഞ പീസ് റേഡിയോയുടെയും പല പ്രോഗ്രാമുകളുടെയും ജമീൽ ആപ്പ് പരിചയപ്പെടുത്തിയപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ പങ്കുവെച്ച ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു നന്മ കാണാൻ വേണ്ടി തന്നെ യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ പിന്നീട് കാണേണ്ടി വരുന്നത് ഒരുപാട് ഹറാമായ കാര്യങ്ങളാണ്, അനാവശ്യമായ കാര്യം. അതിൽ സമയം ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. വളരെ കുറഞ്ഞ സമയം ഉപകാരപ്പെടുന്നു, ബാക്കി മുഴുവൻ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത ഒന്നും നിങ്ങൾക്ക് അവിടെ ലഭിക്കില്ല. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നല്ലത് കാണാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ മക്കൾക്ക് ജമീൽ ആപ്പ് തുറന്നുകൊണ്ട് ധൈര്യസമയം നിങ്ങൾക്ക് ഫോൺ നൽകാം. കാരണം മക്കൾക്ക് കിഡ്സ് ഗാലറിയിൽ അവർക്ക് ആവശ്യമായ വീഡിയോകളുണ്ട്, അവർക്ക് ആവശ്യമായ ഗെയിമുകളുണ്ട്, ഒക്കെ ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് വായിക്കാനൊക്കെ കിട്ടുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട ദിക്റുകൾ അദ്കാർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. tl.keralaYouthConference.com എന്ന സൈറ്റിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പങ്കെടുത്ത ക്വിസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാകും, കാണാൻ സാധ്യമാകും. അതേപോലെ തന്നെ നിങ്ങൾ ബോണസ് പോയിൻ്റ് ലഭ്യമാകാൻ നിങ്ങൾക്ക് അവിടെയുള്ള ഓപ്ഷൻ റഫറൽ സംവിധാനമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, അവരുടെ മൊബൈൽ നമ്പറുകൾ നിങ്ങൾ അതിൽ നൽകി റെഫർ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്ത് പങ്കാളിയാകുമ്പോൾ നിങ്ങൾക്കതിലൂടെ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നു. ആ വ്യക്തി ടാലൻറ്റ് ലീഗിൽ മത്സരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എത്ര ആളുകളെ റഫറൽ സംവിധാനത്തിലൂടെ അറിയിക്കുന്നുവോ നിങ്ങൾക്ക് അത്രയും ബോണസ് പോയിൻ്റ് ലഭ്യമാക്കാൻ കഴിയും. ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേരള യൂത്ത് കോൺഫറൻസ് 2 ദിവസങ്ങളിലായി മലപ്പുറത്ത് വെച്ച് നടന്ന ആ മഹാസമ്മേളനത്തിൽ അതിലെ ഓരോ സംസാരങ്ങളും വിജ്ഞാന സമ്പുഷ്ടമായിരുന്നു. അതിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നനവുണ്ടാക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ നമ്മളുടെ ജീവിതം ഏറ്റവും നന്നായി ക്രമീകരിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഒരു സംസാരമായിരുന്നു അതിൻ്റെ സമാപന സംസാരം. ബഹുമാനനായ ഹുസൈൻ സലഫി നടത്തിയ സമാപന പ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ടാലൻറ്റ് ലീഗിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അതിന് ഉത്തരം കിട്ടാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ പ്രസംഗം നിങ്ങൾ കേട്ടാൽ മാത്രം മതി, ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ആ വീഡിയോ ജമീൽ ആപ്പിലൂടെ ലഭിക്കും, വിസ്റ്റം ഗ്ലോബൽ TV എന്ന നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യം ഇതാണ്: കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന സന്ദർഭം വിവരിക്കുന്ന ആയത്ത് ഏതാണ്? ഒന്നുകൂടി ചോദ്യം വായിക്കാം. കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന സന്ദർഭം വിവരിക്കുന്ന ആയത്ത് ഏതാണ്? 4 ഓപ്ഷനുകൾ ഞാൻ വായിക്കാം. ഓപ്ഷൻ എ 35-37 അഥവാ 35-ാം അധ്യായം 37-ാം വചനം, 67-9, 32-12, 41-20 അഥവാ 41-ാം അധ്യായം 20-ാം വചനം. ഈ 4-ൽ ഏതാണ് നിങ്ങളുടെ ശരിയുത്തരം എന്നാണ് നിങ്ങൾ അയക്കേണ്ടത്. ശരിയുത്തരം അയക്കേണ്ട രൂപം പീസ് റേഡിയോ ആപ്പ് തുറന്ന് അതിൽ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനിൽ പോയി നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തി
പ്രോഗ്രാമിൽ ടാലൻറ്റ് ലീഗ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഉത്തരം ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ മാത്രം അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിക്കുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടാലൻറ്റ് ലീഗിൽ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പർ തന്നെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ആ മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ പോർട്ടലിൽ, നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ മാർക്ക് അവിടെ ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. ചില ആളുകളൊക്കെ ചോദിക്കും, ഞാൻ ഉത്തരം അയച്ചാലുള്ള മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മൊബൈൽ നമ്പർ കൃത്യമല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്താൻ യാതൊരു സംവിധാനവും നമ്മുടെ അടുക്കലില്ല. അതുകൊണ്ട് ആ നമ്പർ കൃത്യമായി ചേർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം ആഡ് ചെയ്ത് പറയാനുള്ളത്, ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകളിൽ 4 ആയത്തുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ 4 ആയത്തുകളുടെയും അർത്ഥം പരിശോധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് 4 പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് 4 ശരി ഉത്തരമാണല്ലോ എന്ന്. അതിന് ഞാൻ പറയുന്നത്, നിങ്ങളെ വീഡിയോ കണ്ടാൽ മാത്രമാണ് കിട്ടുന്നത്. ആ വീഡിയോയിൽ സംസാരത്തിൽ ഈ ആയത്തിൻ്റെ നമ്പറോ സൂറത്തിൻ്റെ പേരോ പറയുന്നില്ല. ആ വീഡിയോ അവിടെ സംസാരിക്കുന്ന സമയത്ത് പിന്നിൽ വലിയ സ്ക്രീനിൽ ആ ആയത്തും സൂറത്തിൻ്റെ നമ്പറും ആയത്തെ നമ്പറും അവിടെ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ വീഡിയോ കാണണമെന്ന ഉറപ്പാണ് ഈ ചോദ്യത്തിലുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും കൂടുതൽ മാർക്കുകൾ, അതിനേക്കാൾ കൂടുതൽ അറിവുകൾ ടാലൻറ്റ് ലീഗിലൂടെ നിങ്ങൾ ഇനിയും കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടാലൻറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയും അതോടൊപ്പം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.